ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാ ദേവി ഭക്തന്മാർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായ ലളിതാ സഹസ്രനാമം അത് വശിന്യാദി വാഗ്ദേവതമാര് രചിച്ചതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൗനരുക്ത്യദോഷം ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ആ ലളിതാ സഹസ്രനാമത്തിലെ 47ാമത്തെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണന അത് ലളിതാ സഹസ്രനാമം തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. ദേവിയെ ആരാധിക്കുവാൻ 5 വിധം അഥവാ 5 രൂപത്തിൽ ദേവിയെ ആരാധിക്കാമെന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട്. അത് ആദ്യത്തേത് സ്ഥൂലം, രണ്ടാമത്തേത് സൂക്ഷ്മം, മൂന്നാമത്തേത് സൂക്ഷ്മതരം, നാലാമത്തേത് സൂക്ഷ്മതമം, അഞ്ചാമത്തേത് ശുദ്ധബ്രഹ്മം. ഇപ്പൊ നമ്മള് ഈ നാമം മരാളി മന്ദഗമന എന്നുള്ള ഈ 47ാമത്തെ നാമം സ്ഥൂലരൂപ വർണ്ണനയിൽ വരുന്നതാണ്. സ്ഥൂലരൂപം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, മനുഷ്യരെ പോലെ വിചാരങ്ങളോടു കൂടിയതും അതുപോലെ തന്നെ കരചരണാദികളായ അവയവങ്ങളോടു കൂടിയുമൊക്കെ മനുഷ്യരെ പോലെ രൂപം കൽപ്പിച്ച് ആരാധിക്കുന്ന സമ്പ്രദായമാണ്. അത് സാമാന്യ ജനങ്ങൾക്ക് പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള വർണ്ണനയാണ് അത്. ഇവിടെ മരാളി മന്ദഗമന എന്ന് പറയുമ്പോൾ ഇവിടെ ദേവിയുടെ, ലളിതാ ത്രിപുര സുന്ദരിയുടെ നടത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗമനത്തെക്കുറിച്ച് ഒക്കെയാണ് വിവരിക്കുന്നത്. ദേവിയുടെ നടത്തം, ഗമനം എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള ഉത്കണ്ഠയോ അതുപോലെ തന്നെ ഉദ്യോഗമോ ഇല്ലാത്ത വിധത്തിലാണ്. മരാളി എന്ന് പറയുമ്പോൾ അരയന്ന എന്നാണ് അർത്ഥം. അരയന്നപ്പിട പോലെയാണത്രേ ദേവിയുടെ നടത്തം അഥവാ ഗമനം എന്നുള്ളത്. ദേവിക്ക് ഒന്നിനെക്കുറിച്ചും ഒരു ഉത്കണ്ഠയില്ല. ദേവിയുടെ ഈ സഞ്ചാരത്തെ മരാളിയോട്, അരയന്നപ്പിടയോട് ഉപമിച്ചിരിക്കുന്നു, അഥവാ താരതമ്യം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഭാരതീയ സൗന്ദര്യ സങ്കല്പം അനുസരിച്ച് അഥവാ സാമുദ്രിക ലക്ഷണം അനുസരിച്ച് സുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ നടത്തത്തെ അരയന്നത്തിനോട് ഉപമിക്കാറുണ്ട് അഥവാ താരതമ്യം ചെയ്യാറുണ്ട്. അരയന്നം നടക്കുന്നത് പോലെ വളരെ മന്ദമായിട്ട് മരാളി അഥവാ അരയന്നം എപ്രകാരമാണോ വളരെ സാവധാനത്തില് മന്ദമായിട്ട് നടക്കുന്നത്, അതുപോലെയാണത്രേ ലളിതാ ത്രിപുര സുന്ദരിയുടെ നടത്തം. അതുകൊണ്ടാണ് മരാളി മന്ദഗമന എന്ന് പറയുന്നത്. സ്ഥൂലരൂപ വർണ്ണനയില് ആചാര്യസ്വാമികൾ പോലും തൻ്റെ അതിവിശിഷ്ടമായിട്ടുള്ള സൗന്ദര്യ ലഹരിയില് 91ാമത്തെ ശ്ലോകത്തില് വളരെ മനോഹരമായിട്ട് ഭഗവതിയുടെ ചലനത്തെ, നടത്തത്തിന്റെ ഭംഗിയെ വർണ്ണിച്ചിരിക്കുന്നു. ആ നടത്തം അതിന് അഭൗമമായ സൗന്ദര്യമാണ്
ഉള്ളത് എന്ന് ആചാര്യസ്വാമികള് ആ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ശ്ലോകം അതിമനോഹരമാണ് കേൾക്കാൻ തന്നെ. പദന്യാസക്രീഡാ പരിചയം ഇവാരബ്ധുമനസസ്ഖലന്തസ്തേ ഖേലം ഭവനകളഹം സാന ജഹതി അതസ്തേഷാം ശിക്ഷാം സുഭഗമണിമഞ്ജീരരണിതച്ഛലാദാജക്ഷാണം ചരണകമലം ചാരുചരീതേ. വളരെ വ്യക്തമാണ് ആ ശ്ലോകത്തിൽ. മനോഹരമായ ചലനത്തോടു കൂടിയവളാണ് ഭഗവതി. ആചാര്യസ്വാമികളെ ഭഗവതിയെ സംബോധന ചെയ്തിരിക്കുന്നത് തന്നെ ചാരുചരിതേ എന്നാണ്. അപ്പോ മനോഹരമായ ചലനത്തോടു കൂടിയവൾ എന്നാണ് അതിനർത്ഥം. ആ നടത്തത്തിന്റെ ഭംഗിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അരയന്നങ്ങൾക്ക് പോലും പദവിന്യാസം അഥവാ കാൽവെപ്പ് അഥവാ നടത്തം വഴുതി പോകുകയാണത്രേ. അപ്പോ വഴുതി പോകുമ്പോൾ പോലും ആ അരയന്നങ്ങള് തൻ്റെ നടത്തത്തെ ഉപേക്ഷിക്കുന്നില്ല. അതായത് അവരുടെ ശ്രമത്തെ അവർ ഉപേക്ഷിക്കുന്നില്ല. ദേവിയെപ്പോലെ അതിമനോഹരമായിട്ട് മന്ദമായിട്ട് നടക്കാൻ അവർ ശ്രമിക്കുകയാണ്. തുടക്കത്തിൽ അവർക്ക് സാധിക്കുന്നില്ല. എന്നാലും ദേവിയുടെ നടത്തം കണ്ട് അവരുടെ കാലുകൾ വഴുതിപ്പോയാലും ശരി, അതുപോലെ നടക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. ദേവി നടക്കുമ്പോൾ ആ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ആ പാദസരമുണ്ടല്ലോ, ആ പാദസരത്തില് അതിമനോഹരമായിട്ടുള്ള ചെറിയ മണികൾ തൂക്കിയിട്ടുണ്ട്. ആ മണികളുടെ ശബ്ദം, അല്ലെങ്കിൽ ആ മണികൾ ഉണ്ടാക്കുന്ന ശബ്ദം, മധുരമായ ശബ്ദം, ആ കിലുക്കം അരയന്നങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗിയായി നടക്കേണ്ടത് എന്ന് ഉപദേശിക്കുകയാണോ എന്ന് തോന്നിപ്പോകുമത്രേ ഭഗവതിയുടെ ആ നടത്തം കണ്ടാൽ. കാരണം ഭഗവതിയുടെ അതിമനോഹരമായിട്ടുള്ള നടത്തമാണ് എന്നാണ്. അതായത് അഭൗമ സൗന്ദര്യം വർണ്ണിക്കുവാനോ മറ്റൊരു വസ്തുവിനോട് താരതമ്യം ചെയ്യുവാനോ സാധിക്കാത്ത വിധത്തിലുള്ള നടത്തമാണ് ദേവിയുടെ എന്നാണ് ഈ നാമത്തിലൂടെ വാഗ്ദേവതമാര് വർണ്ണിക്കുവാൻ ശ്രമിക്കുന്നത്. നമസ്തേ.